മരവിപ്പിച്ചതിന് പിന്നാലെ എക്സിൽ പുതിയ അക്കൗണ്ടുമായി കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ഈസ് ബാക്ക് എന്നാണ് പുതിയ അക്കൗണ്ടിന്റെ പേര്. ഇല്ലാതാക്കാമെന്ന് കരുതിയോ എന്ന ചോദ്യത്തോടെയാണ് ഈ അക്കൗണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണം BJPയെ മറികടന്നിരുന്നു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്യാൻ ശ്രമമുണ്ട് എന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറയുന്നത്. हेलो एवरीबॉडी, जिसका डर था वही हुआ। पहले इन लोगों ने हमारा अकाउंट हैक करने को ट्राई करा, जब इनसे हैक नहीं हुआ तो अब इन्होंने हमारा ट्विटर हैंडल इंडिया में बंद कर दिया है, बैन कर दिया है। आप सभी लोग देख सकते हैं ट्विटर पर जाकर कि हमारा कॉकरोच जनता पार्टी का ऑफिशियल ट्विटर हैंडल अभी इंडिया में नहीं दिख रहा है किसी को भी। तो मैं चाहता हूँ आप लोग सब आवाज़ उठाए और आप लोग पूछे ये अकाउंट हैंडल क्यों बैन किया गया, इससे ऐसा क्या लिखा था। हमने तो कोई गलत चीज़ नहीं लिखी थी, हम तो खाली रेजिग्नेशन मांग रहे थे मिनिस्टर का। वो स्टूडेंट ने सुसाइड की तो उसके बदले हम कुछ अकाउंटेबिलिटी चाहते थे और बदले में इन्होंने हमारा अकाउंट डीएक्टिवेट कर दिया। तो ये कहाँ की डेमोक्रेसी है? आप सभी ये सवाल पूछो। PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം അത് തൊഴിലില്ലാത്ത ആളുകളെ യുവാക്കളെയൊക്കെ പരിഹസിക്കുന്നതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ആക്ഷേപഹാസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കോക്രോച്ച് പാർട്ടി എന്നുള്ളൊരു സോഷ്യൽ മീഡിയ പേജ് വരുന്നത്. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നതിന് പിന്നാലെയാണ് ഈ എക്സിൽ ആ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ പുതിയ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചതിന്റെ പിന്നിലെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിൽനാമൽ, എന്തുകൊണ്ടാണ് എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആയിരുന്നു എക്സിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ 1 കോടി ഫോളോവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ജനപിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിച്ചിരുന്നത്. BJPക്കെതിരെ അടക്കം വലിയതുള്ള വിമർശനം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ആ യുവാക്കളും അതുപോലെ തന്നെ തൊഴിലില്ലാത്തവരടക്കമുള്ളവരാണ് ശക്തമായ വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇത് അവരുടെ സ്ഥാപകർ തന്നെ വ്യക്തമാക്കിയിരുന്നു. തങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭയമെന്നതാണ് സ്ഥാപകനായ അഭിജിത് ദീപ്കെ ചോദിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പുതിയ എക്സ് അക്കൗണ്ട് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.